നമസ്കാരം. നക്ഷത്രഫലം 1200 കന്നിമാസം, അതായത് 2024 സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 കൂടിയിട്ടുണ്ടാവുന്ന കന്നിമാസത്തിലെ നക്ഷത്രങ്ങളിലെ ഫലമാണ് പറയുന്നത്. ഓരോ കൂറനുസരിച്ചിട്ടാണ് നക്ഷത്രഫലം പറയുന്നത്. മേടക്കൂറ്, ഇടവക്കൂറ് തുടങ്ങി ഓരോ കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത്. കുംഭക്കൂറ്: അവിട്ടം അവസാനത്തെ പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ അഥവാ പൂരുരുട്ടാതി മുക്കാല്. ഇത്രയുമാണ് കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ. ഈ കൂറിൻ്റെ കന്നിമാസത്തിലെ ഫലം നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് കല, സാഹിത്യ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ അധികം ധനലാഭവും അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. തങ്ങളുടെ ഇണയുമായിട്ട് പിണക്കം വരാം. സൗന്ദര്യ പിണക്കങ്ങൾ തന്നെ. പിന്നെ പക്ഷിമൃഗാദികളിൽ നിന്ന് ഉപദ്രവം, ദിവാസ്വപ്നങ്ങളിൽ മുഴുകൽ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. വിദേശയാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണിത്. ഇപ്പോൾ വിസയൊക്കെ അപേക്ഷിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ വിസ ലഭിക്കൽ, ആ ഒരു യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കൽ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കഥകളി, കൃഷ്ണനാട്ടം തുടങ്ങിയിട്ടുള്ള ആ ഒരു നാടൻ ഒരു ശൈലിയിലുള്ള നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള കലകളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കും. വിദ്യാലയങ്ങൾക്കും അതനുബന്ധിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ആ ഒരു സമ്പ്രദായങ്ങൾക്ക് സംഭാവന കൊടുക്കേണ്ടി വരുന്നു. കുടുംബത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം പല നാശനഷ്ടങ്ങൾ സംഭവിക്കും. അതിനാൽ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഒരുപാട് നാളുകളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് സ്ഥലമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വിനോദയാത്ര പോലെയല്ല, ഒരു തീർത്ഥാടനം പോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദേവാലയ സന്ദർശനത്തിന് പോകുവാൻ സാധിക്കും. അതുപോലെ തന്നെ ജ്വരം, അതായത് വിവിധ തരത്തിലുള്ള പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ എളുപ്പം ഈ കൂറുകാർക്ക് ഈ മാസത്തിൽ പിടിപെടുവാൻ സാധ്യതയുള്ളതിനാൽ അത്രയും അധികം ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടി വരും. എന്നിരുന്നാലും കാലക്രമേണ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ ചെയ്യും. അതിനാൽ ഈശ്വരഭജനം നടത്തി ശാന്തരായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതാണ്. വസ്ത്രാഭരണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അവനവൻ്റെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തൽപരരാകുകയും ചെയ്യുന്നു. ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകാം, പക്ഷേ ഭയപ്പെടേണ്ടതില്ല. അത് കൂടുതൽ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനേ സഹായിക്കുകയുള്ളൂ. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കൂറുകാർക്ക് കന്നിമാസം. നമസ്കാരം. ഗ്രഹപ്പകർച്ച: 1200 ചിങ്ങമാസം 31 ഉദയാൽപരം 33 നാഴിക 33 വിനാഴികയ്ക്ക്, അതായത് രാത്രി 7:43 ചതയം നക്ഷത്രം കുംഭക്കൂറിൽ കന്നിസംക്രമം. 1200 കന്നിമാസം 7 10 നാഴികയ്ക്ക് ബുധൻ കന്നിരാശിയിലേക്കും, കന്നിമാസം 24 13 നാഴികയ്ക്ക് ബുധൻ തുലാം രാശിയിലേക്കും, കന്നിമാസം 2 19 നാഴികയ്ക്ക് ശുക്രൻ തുലാരാശിയിലേക്കും, കന്നിമാസം 27 ഉദയപൂർവം 1 നാഴികയ്ക്ക് ശുക്രൻ വൃശ്ചികം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. 1200 കന്നിമാസം 10 രാത്രി 1:11 അത്തം ഞാറ്റുവേലയും, കന്നിമാസം 24 പകൽ 2:07 ചിത്തിര ഞാറ്റുവേലയും ആരംഭിക്കുന്നതാണ്.